ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? ഞങ്ങളുടെ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരം മഴയാണ് കേട്ടോ. നല്ല ഇടിയും കാറ്റും മഴയും. എന്തായാലും ചൂടിനൊരാശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലെല്ലാം ഇങ്ങ് വളർന്നു കയറും കേട്ടോ. പെട്ടെന്ന് തന്നെ പുല്ലങ്ങ് വളർന്നു കയറും. രാവിലെ തന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട്. രാവിലെ കാക്ക കുത്തിയിട്ട് ഒരു കവറാണ് കേട്ടോ കണ്ടത് മുറ്റം അടിച്ചപ്പോൾ. ഇപ്പോൾ മുറ്റമടി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഉള്ള പച്ചക്കറി അങ്ങ് പറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒന്നരാടം വീതം എനിക്ക് നമ്മുടെ പച്ചക്കറിക്കകത്തുനിന്ന് 2-3 പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. വഴുതനങ്ങയായിട്ടും പയറായിട്ടും നമുക്ക് സാമ്പാറിലൊക്കെ ഇടാനാണെങ്കിൽ 2 വെണ്ടയ്ക്കാണെങ്കിലും കിട്ടിയാൽ അതൊരു നല്ല കാര്യമല്ലേ. നമ്മുടെ വഴുതനങ്ങ ചെടിയിൽ നല്ലതായിട്ട് വഴുതനങ്ങ കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വെറും 5 രൂപ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ച ഒരു തൈയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ ഇതിനകത്ത് നല്ല വിളവ് എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. നമ്മളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥിയും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞിക്കോഴി. തൊടുപുഴയ്ക്ക് പോയപ്പം കഴിഞ്ഞ ദിവസം നമുക്കിതിനെ തോട്ടിലല്ല റോട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. വഴി കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നു. മുറ്റോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിനെ കുറച്ച് നേരം മഴയില്ലെങ്കിൽ ഇതുപോലെ മുറ്റത്തേക്ക് വിട്ടേക്കും കേട്ടോ. അത് തന്നെ നടന്ന് തീറ്റയൊക്കെ കൊത്തി തിന്നും. തീറ്റയൊക്കെ തന്നെ കൊത്തി തിന്നാറായതാണ് കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി, തന്നെ കുടിച്ചോളും. അങ്ങനെ രാവിലെ തീറ്റയൊക്കെ കൊത്തി തിന്നുന്നുണ്ട് ആൾ. അന്നേരമാണ് എൻ്റെ ട്രൈപോഡ് നോക്കിയപ്പോൾ പൊട്ടിയിരിക്കുവാണ് കേട്ടോ. ട്രൈപോഡ് മുറ്റത്ത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കൃഷ്ണ വന്ന് ജനൽ അങ്ങ് തുറന്ന് ആ ട്രൈപോഡ് താഴെ ചാടി അതിൻ്റെ മുകളിലത്തെ ഒരു ഭാഗം അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. ഓൾറെഡി ഇതിന് സ്റ്റാൻഡൊക്കെ വളഞ്ഞിരിക്കുമായിരുന്നു. ഇനി നമുക്ക് പുതിയൊരു ട്രൈപോഡ് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ. ഇന്ന് പുട്ടാണ് കേട്ടോ. ഇന്ന് അരിപ്പുട്ടല്ല, റാഗിയുടെ പുട്ടാണ് കേട്ടോ. പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പോൾ കടലക്കറിയായിട്ടല്ല, കടല റോസ്റ്റ് പോലെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അമ്മ പണ്ട് പറഞ്ഞു തരുമായിരുന്നു, പുട്ടിന് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പരുവാകുന്നതാണ് പുട്ടിൻ്റെ പാകമെന്ന്. അതായത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം. അന്നേരം പിടിച്ചു നോക്കി കഴിയുമ്പോൾ പുട്ട് ഉതിർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പിടിച്ചു നോക്കണം. അന്നേരം ഈ ഒരു ഷേപ്പ് കിട്ടുന്നതാണ് പുട്ടിൻ്റെ പാകമെന്ന് അമ്മ പണ്ട് പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടിനുള്ള എല്ലാം കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. എൻ്റെ പുട്ടുകുറ്റിയുടെ ചില്ലിൽ കാണുവാനില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കുവാണ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുകയും ചെയ്തു. ഇതാണ് കേട്ടോ കറക്റ്റ് പുട്ടിൻ്റെ ഭാഗം. നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടിക്കഴിയുമ്പം പുട്ട് പാകമായെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പിടിച്ച് നോക്കണം. ഒരുപാട് ഞെക്കി പിടിക്കരുത്. ഇങ്ങനെ പിടിച്ച് കഴിയുമ്പം ഈ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മുള്ളു പോലത്തെ ആ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പുട്ടിൻ്റെ പാകമായെന്നാണ് കേട്ടോ അർത്ഥം. അങ്ങനെ ഞാൻ പുട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നിവാങ്ങുന്നതിനുള്ള പാലും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം ചുമ്മാ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നിവാങ്ങുഞ്ഞിന് എന്തായാലും അതിനകത്ത് ചായയൊക്കെ കുടിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനകത്ത് ചായ പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് ജഗ്ഗിനകത്തേക്കും ഫ്ലാസ്കിനകത്തേക്കുമായിട്ട് മാറ്റിയും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നായിരുന്നു. ആ ഒരു സമയത്ത് ഞാനും നിവാങ്കുഞ്ഞും കൂടെ കോഴിക്കുഞ്ഞുമായിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. നിവാങ്കുഞ്ഞ് കുറച്ച് നേരം കോഴിക്കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്ത് കൂടെയൊക്കെ നടക്കുവേ. അന്നേരം അതും തീറ്റ നിന്നോളും. നിവാങ്കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അതാണ് ഞാൻ 2 പേരെയും മുറ്റത്തേക്ക് അങ്ങ് വിട്ടേക്കും കേട്ടോ. വലിയ വെയിലില്ലല്ലോ, ഇളം വെയിലല്ലേ. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചുകൊണ്ടൊക്കെ നിന്നു.
ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലയ്ക്ക് ഞാൻ കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പംകിൻ റെസിപ്പിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞിന് ഇന്ന് അംഗൻവാടി ഇല്ലാത്ത ദിവസമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചൂട് കാരണം അംഗൻവാടി അവധിയാണെന്ന്. അങ്ങനെ ആ ഒരു പംകിൻ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പംകിൻ റൈസ് റെസിപ്പിയാണ്. നമ്മൾ മുട്ടത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഒരു ചിരവ ഉണ്ടായിരുന്നേ, ഇങ്ങനെ സ്റ്റൂള് പോലത്തെ. അപ്പോൾ ചിരവയിലിരുന്ന് കറിക്കരിയാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിരവയിലിരുന്നാണ് ഇപ്പോൾ പകുതി ജോലികളും ചെയ്യുന്നത് കേട്ടോ, അടുക്കളയിൽ അരിയാനൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി കടല റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു, തക്കാളി ഇട്ടു, സവോളയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അന്ന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കടല റോസ്റ്റിന്. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഈ തക്കാളി എല്ലാം വെന്ത് അതിനകത്ത് നന്നായിട്ട് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേറെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല കറുത്ത് വരില്ലേ, കറുത്ത ഒരു കളറാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ കടല ഞാൻ വെറുതെ വേവിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി പലകയുടെ കൂടെ കിട്ടിയ പൊട്ടറ്റോ മാഷർ വളരെ എനിക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ് കേട്ടോ. പൊട്ടറ്റോ ഉടയ്ക്കാനും ഇതുപോലെ കടല ഉടയ്ക്കാനും ഗ്രീൻ പീസൊക്കെ കറി വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ഞെക്കി എടുക്കാനായിട്ട് ഞാനതെപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർത്താലാണ് സാധാരണ കടലക്കറി നല്ല ടേസ്റ്റിൽ വരാറുള്ളതല്ലേ. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചായയും കൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചായയിൽ വെറുതെ ചായപ്പൊടി ഇട്ട് കുടിക്കുന്നതിലും കഴിഞ്ഞും ഇഷ്ടം ഇഞ്ചിയോ തുളസിയിലോ ഒക്കെ ഇട്ട് കുടിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഏലക്ക ചായയാണ് കേട്ടോ. 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഏലക്ക ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ചായക്ക് കിട്ടുന്നത്. അമ്മ പൊന്നാണോ ചക്കര കുഞ്ഞാണോ പൊന്നുമുളകാണോ പൊന്നാണോ. ഗൂഗിൾ സെർച്ചിലെ പുതിയ AI മോഡ് പറഞ്ഞോ ഇല്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ചക്കരമുത്ത് കോഴിയാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നിവാങ്കുഞ്ഞ് ക്ഷമിക്കില്ല കേട്ടോ. അച്ഛയോട് പരാതി പറയാൻ പോയതാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടു, മുറിയൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. ഒരുപാട് അടിച്ചു വാരാനില്ല. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു വാരും. തുടയ്ക്കാനുണ്ടെങ്കിൽ തുടയ്ക്കും കേട്ടോ. കാരണം നിവാങ്കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് തറയിലൊക്കെ ആകാറുണ്ട്. അപ്പോൾ ഒരുപാട് ഈച്ച ശല്യം കുറച്ച് അധികമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ലോഷൻ എടുത്ത് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഇന്നത്തെ ലഞ്ചിന് നമ്മൾ കറി വെക്കുന്നത് ചെറുപയറും മത്തങ്ങയും കൂടെ എരിശ്ശേരിയാണ്. അപ്പോൾ മത്തങ്ങ ഒരു ചെറിയ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു മത്തങ്ങയുടെ കുഞ്ഞ് പീസ് വെച്ചാണ് കേട്ടോ നിവാങ്കുഞ്ഞിന് പംകിൻ റൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പംകിൻ കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. പംകിൻ കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ കൊടുക്കുന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പം ഈ പംകിൻ്റെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ബേബി പംകിൻ എന്നും പറഞ്ഞൊരു പംകിനുണ്ട്, ഓറഞ്ച് കളറുള്ളത്. അത് കുഞ്ഞ് സൈസായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കും കേട്ടോ. അത് ഒരുപാട് നല്ലതാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്ക് പോയപ്പോൾ പഴുത്ത മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് ചെത്തി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം.
പംകിൻ റൈസിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ജീരകവും സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും പിന്നെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമ്മുടെ പംകിനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണേൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു റൈസ് കിട്ടുക. ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ചെറുപയറും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് അരപ്പും കൂടെ ചേർത്ത് നമ്മൾ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ചിന് മത്തങ്ങ എരിശ്ശേരി കൂടാതെ മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ 2-3 കഷ്ണം മീനുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് വറുത്തും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിതുപോലെ പച്ചക്കറിയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കും കേട്ടോ. കാരണം ചില പടവലങ്ങയൊക്കെ ഇതുപോലെ മുകളിലേക്ക് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കണ്ണിൽ പെടാത്തതൊക്കെ ഇങ്ങനെ അവിടെ കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ 1-2 പാവയ്ക്ക കിട്ടി കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയി. ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴ. ഇത് നമുക്ക് ഇന്ന് കിട്ടിയ പച്ചക്കറിയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഈ വഴുതനങ്ങ 2 എടുത്ത് ഞാൻ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ജോലികളൊക്കെ ഒതുക്കി കുളിച്ചു കേട്ടോ. വീട്ടിൽ തന്നെയാണ് കുളിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ചെത്തി വെച്ച ആ മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. കറണ്ട് ഇങ്ങനെ വന്നും പോയി ഇരിക്കുവാണ് കേട്ടോ. ഒരു കാറ്റ് വീശുമ്പോഴത്തേക്കും കറണ്ട് പോകും. പിന്നെ നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ഇട്ട് കുടിക്കുവാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് പെട്ടെന്നൊരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ആൾ ഓട്ടത്തിന് പോകും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചേക്കാമെന്ന്. ചായക്ക് എന്തെങ്കിലും ഇവിടെ ചെറുതായിട്ട് കുറിക്കാൻ വേണം കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ മിക്കവാറും വാങ്ങിക്കുന്നത് ഈ റസ്ക്കാണ് കേട്ടോ. കോഴിക്കുഞ്ഞ് ഞങ്ങളെ കഴിഞ്ഞ് മുമ്പേ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കുഞ്ഞിനെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, പേടിച്ചു പോയേ. എൻ്റെ തൊട്ട് പുറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രീം ഇതുപോലെ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ മാംഗോയും കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. ക്രീം ഒരുപാട് ഇട്ട് അടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ ഒരു 24 മണിക്കൂർ വെച്ച് കഴിയുമ്പം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ടായിരിക്കും. ഞാൻ കുറച്ച് പിസ്ത ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പിസ്തയുടെ പുറമേ ഉള്ളൊരു ആ കവറിങ് മാറ്റാതെ അരിഞ്ഞിട്ടതിന് കൊണ്ടാണോ എന്നറിയത്തില്ല, ചെറിയൊരു ഉപ്പ് രസം ഉണ്ടായിരുന്നു കേട്ടോ പിസ്ത കടിക്കുമ്പോൾ മാത്രം. അതിൽ നല്ലത് നട്ട്സാണ് ഇടുന്നതെന്ന് എനിക്ക് തോന്നി. മീൻസ് കാഷ്യൂ നട്ട്സും ബദാമൊക്കെ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ ഐസ്ക്രീം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നീ വാങ്ങുഞ്ഞ് കുറച്ച് ദിവസമായിട്ട് പറയുന്നതാണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന്. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ നിന്നതുകൊണ്ട് കറിയൊന്നും വെച്ചില്ല കേട്ടോ. ഉച്ചത്തെ കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു മുട്ടയും പൊരിച്ചു, മുളകും കൂടെ പൊട്ടിച്ചു കേട്ടോ. ഈ മുളക് പൊട്ടിക്കുന്ന ചുമ്മാ മുളക് പൊടി ഇടുക, ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു കറിയില്ലെങ്കിലും ഇതുകൊണ്ട് ചോറുണ്ണാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ മുളക് പൊട്ടിച്ച് അങ്ങനെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഐസ്ക്രീം കുറച്ചുകൂടെ എടുത്ത് കഴിച്ചു കേട്ടോ. ഞങ്ങൾ 3 പേരും കഴിച്ചു. നിവാങ്കുഞ്ഞിന് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാൻ ഹെയർ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുടി നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഹെയർ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 2 പേരും ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കുവാണ് കേട്ടോ. ഞാനും കഴിക്കുന്നുണ്ട് ഇപ്പുറത്തിരുന്ന്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു, ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞു. കൃഷ്ണയും നിവാങ്കുഞ്ഞും കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നത്. ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് മുകളിലേക്ക് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ചെറുതായിട്ട് മുടി കൊഴിച്ചിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.